ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ സിപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചക്കപ്പുഴുക്കും മീൻകറിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ഡെയിലി വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ ഭക്ഷണ വിശേഷങ്ങൾ കാണാം. കണ്ടോ, നല്ല ചക്കപ്പുഴുക്ക്. ഈ ചക്കപ്പുഴുക്കിൻ്റെ മേലെ വരുന്ന കൈ എൻ്റെതല്ല കേട്ടോ, നിങ്ങൾ പറയുന്നതാണ് കൈയാണ്. നല്ല ചക്കപ്പുഴുക്ക് ഇന്നലെ തൈല വറ്റിച്ച് വെച്ചതാണ്, കുടമ്പുളി ഇട്ട് വറ്റിച്ച് വെച്ചത്, നല്ല അടിപൊളി മസാലക്കട്ടൻ. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അടുപ്പത്തെ വിസിലടിക്കുന്നത് ചോറ് കുക്കറിലാട്ടോ വെച്ചേക്കുന്നത്. രണ്ട് വിസിലടിച്ചു. ആ സ്ഥിതിക്ക് നമ്മളിത് ഓഫാക്കിയിട്ടിരിക്കുന്നു. ചോറ്, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിനകത്ത് നല്ല കുരുമുളക് ഞാൻ ചതച്ചിട്ടുണ്ട് കേട്ടോ. അടിയിൽ പോയി കിടക്കുകയാണ്, ഞാൻ ഇളക്കുമ്പോൾ കഴിച്ചത്. പിന്നെ മീൻ വന്നിട്ട് വേണം ബാക്കി എന്താ വെക്കേണ്ടത് തീരുമാനിക്കാൻ. രാവിലത്തെ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ചക്കപ്പുഴുക്ക് ഫുള്ളാക്കിയിട്ട് വരാം. ഒരാൾ അയിലേൻ്റെ തല നോക്കി കഴിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും, പാവ ആണുങ്ങൾക്ക് ഇങ്ങനെ അയിലത്തല കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ വിചാരിക്കും. ആൾ ഷർട്ട് ഇട്ടില്ല കേട്ടോ, അതുകൊണ്ട് കാണിക്കാതെ. പക്ഷേ അയിലത്തലക്കാണ്. ജോൺസട്ടായി പോയപ്പോഴേക്ക് ഞാൻ വീടൊക്കെ നല്ല വൃത്തിയിൽ അടിച്ചു വാരി തുടച്ചു. സാധാരണ ഞാൻ ചോറും കറിയും വെച്ച ശേഷം കേട്ടോ ഞാൻ ആ പരിപാടിക്ക് ഇറങ്ങാറ്. പക്ഷേങ്കിൽ ഞാനൊന്ന് നേരത്തെ ചെയ്തു. ഇത് വന്നിട്ട് ഞാൻ മീൻ വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ കുറേ ഫോൺ വിളികൾ ഏർപ്പെട്ടുകൊണ്ട് മീൻകാരൻ വന്ന് പോയിന്ന് തോന്നുന്നുണ്ട്, അറിയില്ല, കണ്ടില്ല. അപ്പം ഞാൻ നല്ല വഴുതനങ്ങ മോരുകറി വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ജസ്റ്റ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റെസിപ്പി വീഡിയോ ഇടാം കേട്ടോ. അതായത് സാധാരണ നമ്മൾ മോരുകറി വെക്കുന്ന പോലെ ഉലുവ, കടുക്, ജീരകം, ചെറിയുള്ളി, കറിവേപ്പില ഇട്ടിട്ട് വറവിടുകയാണേ. ഇതിനകത്ത് നമ്മൾ ഇനി ആ വറവിട്ടിട്ട് വറവ് നമ്മളെടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ച ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഇതിനകത്ത് വഴുതനങ്ങ, ചെറിയുള്ളി, പച്ചമുളകുമാണുള്ളത്. അതും കൂടി ഇട്ട് ഞാൻ എടുക്കും. അതും കൂടി ഇട്ട് നല്ല മെഴുക്ക് വരട്ടി വെക്കുന്ന പോലെ തന്നെ വെക്കും ശരിക്കും. എന്നിട്ട് നമ്മൾ അരപ്പും തൈരും കൂടി ഒഴിക്കും. അതാണ് നമ്മുടെ വഴുതനങ്ങ മോരുകറി എന്ന് പറയുന്നത്. ഇത് നല്ല ബ്രൗണിഷ് ആയിട്ട് വരണം. ഇതിനകത്തേക്കുള്ളതാണ് ഈ ഉണക്കമുളക്. മീൻ കിട്ടാത്തതുകൊണ്ട് ഉണക്കമീനാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. ഇത് ഇതിനകത്താക്കി വെച്ച വറവ് ഞാൻ ഇതിനകത്തേക്ക് മാറ്റി. ഇനി നമ്മുടെ വഴുതനങ്ങ, പച്ചമുളക്, വെള്ളുള്ളി അരിഞ്ഞത് ഈ വറവിൻ്റെ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം നമ്മൾ മെഴുക്ക് വരട്ടിയൊക്കെ ആക്കില്ലേ, സാധാരണ വഴുതനങ്ങ മെഴുക്ക് വരട്ടി ആക്കുന്ന പോലെ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇട്ടതാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ ഇരട്ടി കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടിട്ട് നല്ലോണം, വഴുതനങ്ങ നല്ലോണം വേണം കേട്ടോ. കാരണം മോരൊഴിച്ച ശേഷം നമ്മൾ കറി അധികം തിളപ്പിക്കാറില്ല, അതുകൊണ്ട് വഴുതനങ്ങ ഇതിൽ തന്നെ കിടന്നിങ്ങനെ വേണം. അതിലേക്ക് ഞാൻ ഉണക്കമീൻ വറക്കാമെന്ന് വിചാരിച്ചു. പച്ചമീൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉണക്കമീൻ ഇതേ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിലാണ് സൂക്ഷിച്ചേക്കുന്നത്. കാണിച്ചുതരാം. പക്ഷെ ഇങ്ങനത്തെ കണ്ടെയ്നറിലൊന്നും നമ്മൾ ഉണക്കമീൻ ഇടരുത്. ശരിക്കും വായുസഞ്ചാരമുള്ള പണ്ടിങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്നത് ഈ കൊട്ട, എന്നിട്ട് മേലെ കെട്ടി വെക്കുന്നൊരു സിസ്റ്റം ഇല്ലേ, ഉറിയിലൊക്കെ ആക്കിയിട്ട്, അതുപോലത്തെ ഉപയോഗിക്കാതെ കുറച്ച് വായുസഞ്ചാരം വേണം, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ചുവന്ന നിറം വരും കേട്ടോ. എനിക്ക് പിന്നെ ഇവിടെ കുറച്ച് പല്ലിശല്യം ഉണ്ട്, അതുകൊണ്ട് പേടിയാണ്, പല്ലി കയറുന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനത്തെ കണ്ടെയ്നറിൽ തന്നെ ഉപയോഗിക്കുന്നത്. അങ്ങനെ വഴുതനങ്ങ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് വരുമ്പോൾ നമ്മളൊരു ഇത്തിരി കായപ്പൊടി ചേർക്കും. ഇനി ഈ തേങ്ങ അരച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജീരകവും വെളുത്തുള്ളിയും മാത്രമാണ് കേട്ടോ. തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇട്ട് അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അരപ്പൊന്ന് വെന്തോട്ടെ കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ തൈര് ഒഴിച്ച ശേഷം നമ്മൾ കറി അധികം തിളയ്ക്കാൻ സമ്മതിക്കരുത്. കഷ്ടമുണ്ട്. ഞാൻ 2-3 ദിവസമായിട്ട് വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ടതാണേ. ദേ പണി കിട്ടി.
എനിക്കറിയായിരുന്നു അത് പ്രഷർ കൊണ്ട് തുറന്നു പോകുന്നു, പക്ഷെ ഞാൻ അറിയാതെ ഒന്ന് കൈ വിട്ടുപോയി. നോക്കിക്കേ, തൈര് മാത്രമാണ്, അരപ്പില്ല. അരപ്പുണ്ടായിരുന്നെങ്കിൽ എന്തായാലും നല്ല പണി കിട്ടിയേനെ. ഇത് തൈര് മാത്രമായതുകൊണ്ട് തുടച്ചാൽ വേഗം പോകും. അതുപോലെയൊക്കെ പണി കിട്ടുന്നവരുണ്ടോ? മിക്കവർക്കും കിട്ടാറുണ്ട്, എനിക്കറിയാം. ഇനി നമ്മളിതിനകത്തേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വഴുതനങ്ങ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. കറി കുറച്ചും കൂടെ തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് ഇനി വെള്ളം ഒഴിക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ മിക്സി കഴുകിയ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. ഇനി ഒന്നുമില്ല, ഇതിനകത്ത് വേണമെങ്കിൽ ഉപ്പിടുക, പിന്നെ ഈ വറവിട്ട പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കത്തിരിക്ക മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട ശേഷം ഇനി നമുക്ക് ഉണക്കമീൻ വറക്കാനേ ബാക്കിയുള്ളൂ കേട്ടോ. അടുത്ത വീട്ടിൽ പോയി കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. അവിടുത്തെ കൊച്ചിനെ കളിപ്പിക്കൊക്കെ ആയിരുന്നു. ശരിക്കും 2 മണി ആയിട്ടുണ്ട് കേട്ടോ. സംസാരിച്ച ചോറുണ്ടായി ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴേക്കും ഈ ഉണക്കമീൻ ഒന്ന് വറുത്തെടുക്കട്ടെ. അത് ഉണക്കമീൻ നല്ല ഉപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല ഇളം ചൂടുവെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച്, എന്നിട്ട് ഇതേ ഇത്തിരി പച്ചമുളകും കറിവേപ്പിലയും വെല്ലുള്ളിയും തിരിഞ്ഞ് എടുത്തിട്ടാട്ടോ ഇങ്ങനെ വറക്കുന്നത്. മൂന്ന് മണിയാവാറായിട്ടോ. നല്ല വിശപ്പ്. ഇപ്പം നല്ല വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ഒരു കറിയും ഉണക്കമീൻ വറുത്തതും കൂട്ടി ചോറിനാൻ പോവുകയാണേ. അപ്പോൾ അടുത്ത ഭക്ഷണ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. യെസ്, ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന്നസുപ്പ. തിന്നുകൊണ്ടേയിരിക്കും.